എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 3 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തു. പഞ്ചസാര ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ അലിഞ്ഞ് ബ്രൗൺ കളറായി കിട്ടണം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അടിയിൽ പിടിച്ച് കരിഞ്ഞ് അതിൻ്റെ ആ ഒരു കറുത്ത കളറ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു ബ്രൗൺ കളറ് വന്നതിന് ശേഷം അതിലേക്ക് 1 സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു കട്ട ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ അതിനോട് നന്നായിട്ട് ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ഞുറുക്കണമൊന്നുമില്ല, ഞുറുക്കിയാലും കുഴപ്പമില്ല. ഒന്ന് ഇട്ട് ഇളക്കുക. ബട്ടറിൽ കിടന്ന് കാഷ്യൂനട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം അതൊരു ബട്ടർ പേപ്പറിലേക്ക് ഒഴിച്ച് വയ്ക്കാവുന്നതാണ്. ആ ചൂടോടുകൂടി തന്നെ ബട്ടർ പേപ്പറിൽ ഒഴിക്കണം, അല്ലെങ്കിൽ പാത്രത്തിലിരുന്ന് വേഗം അത് കട്ടയായി പോകും. ഈ ഒരു സമയത്ത് ഇത് ബട്ടർ പേപ്പറിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഒന്ന് നിരത്തി കൊടുക്കുക. ഇതൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അതങ്ങ് കട്ടയാകും. 5 മിനിറ്റ് എൻ്റെ ഒന്നും ആവശ്യമില്ല, 1-2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അത് കട്ടയാകും. ഇനി അതൊന്ന് തണുക്കാൻ വയ്ക്കുക. ആ സമയം കൊണ്ട് 1 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്, അതൊന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി പഞ്ചസാരയ്ക്ക് പകരം ഇതിലേക്ക് കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. 2 സ്പൂണ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ തന്നെ നല്ല മധുരം ഉണ്ടാകും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനി ഇതൊന്ന് മിക്സിയിൽ ഒരു 5-10 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇത് ബീറ്ററിൽ നമുക്ക് ചെയ്യുന്നത് പോലെ തന്നെ നല്ല കട്ടയായിട്ട് കിട്ടും. പക്ഷേ നമുക്ക് അത്രയും ക്രീമി കട്ടയാവേണ്ട ആവശ്യമില്ല, കട്ടിയാവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് മതിയാകും. ഇനി തണുക്കാൻ വെച്ച കാഷ്യൂനട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അത് ആ ബട്ടർ പേപ്പർ ഒന്ന് ചുരുട്ടി ഒരു ചപ്പാത്തി കുഴലോ എന്തെങ്കിലും കട്ടിയുള്ള സാധനം വെച്ച് ഒന്ന് പൊടിക്കേ വേണ്ടൂ. ഞാനിപ്പോൾ ചപ്പാത്തി കോലെടുത്ത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല പൊടിഞ്ഞു പോകണ്ട, ചെറിയൊരു കട്ടയായിട്ട് കിടന്നാൽ മതിയാകും. ഇതിൽ നിന്ന് ഒരു 2-3 സ്പൂണ് ഈ അടിച്ച ക്രീമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സി കറക്കിയെടുക്കുക. അപ്പോൾ എല്ലാ സ്ഥലത്തും അതിൻ്റെ കാഷ്യൂനട്ട് എത്തിയിട്ടുണ്ടാകും. ബാക്കിയുള്ളത് നമ്മൾ ഏത് പാത്രത്തിലാണോ ഒഴിച്ചു വയ്ക്കുന്നത് ആ പാത്രത്തിൻ്റെ മുകളിലേക്ക് വിതറി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഐസ്ക്രീം കോരിയെടുക്കുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും ഇത് കിട്ടുകയും ചെയ്യും. ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഉള്ളതും കൂടി കാഷ്യൂനട്ടെല്ലാം ക്രീമിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. 2-3 മണിക്കൂർ ഫ്രീസറിൽ വയ്ക്കുമ്പം തന്നെ ഇത് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇതൊന്ന് അടച്ച് ഫ്രീസറിലേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ 3 മണിക്കൂറായിട്ടുണ്ട്. ഞാൻ ഫ്രീസറിൽ നിന്ന് അതെടുത്തു. നല്ല കട്ടിയായിട്ട് ഇരിപ്പുണ്ട്. ഇതിന് കോരി എടുക്കുമ്പോൾ പാകമായിരിക്കും. വളരെ ടേസ്റ്റിയും
കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ഐസ്ക്രീമാണ് ബട്ടർ സ്കോച്ച് ഐസ്ക്രീം. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ബീറ്റർ ഇല്ലെങ്കിലും മിക്സിയിൽ തന്നെ നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.